അപ്പോൾ നമ്മളിന്ന് ഇവിടോട്ട് പോകണം, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നൊന്നും പോയില്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ മുന്നോട്ട് നടക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സമയം ഇപ്പോൾ 4 മണി 4:30 ആയതേ ഉള്ളൂ, വെട്ടം തീരെ ഇല്ല. അപ്പോൾ ഞാൻ മറന്നില്ലെങ്കിൽ ബാക്കി വീഡിയോസും കാണാനൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നത്തെ ദിവസം പോകുന്നതെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ക്യാമറ വേണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിലോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചായ കുടിച്ചിട്ട് ബസ് ഇനി എത്ര മണിക്കായി എപ്പോഴാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും വെളുപ്പാങ്കാലത്ത് വന്നിട്ട് ഇരിപ്പുണ്ട്. 2 ബസ് കയറണമെന്നൊക്കെയാണ് പറയുന്നത്. അല്ല പിന്നെ അങ്കമാലി പോയിട്ട് അവിടെ നിന്ന് KSRTC കയറണമെന്ന്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോ എടുക്കാൻ മറന്നില്ലെങ്കിൽ ബാക്കി വീഡിയോയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. ശരി എന്നാൽ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂഞ്ചി പോയിട്ടുണ്ട്. കാരണം ഒറ്റ ബസ്സിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് ബസ് കിട്ടുമോയെന്ന് അറിയത്തില്ല. 3 ബസ് കയറി വേണം പോകാൻ. ഇപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകണ്ടേ? അഴിയമ്പറമ്പ്, അവിടുന്ന് ചാലക്കുടി പോയിട്ട് അവിടുന്ന് വീണ്ടും ബസ് കയറി വേണം നമുക്ക് അതിരപ്പള്ളി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസും കാണാനൊക്കെ ഞാൻ എടുക്കാം. എന്ത് സംഭവം അറിയില്ല. എന്തായാലും മിക്കവാറും പൂജ സാധ്യതയുണ്ട്. ഞായറാഴ്ച കൊണ്ട് ബസ്സൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ അവിടെ കിടക്കേണ്ടി വരും. നാളെ കമ്പനിയിലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്താന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് കരിയാമുക്ക് എത്തിയിട്ടുണ്ട്. സെഹിയോൻ ജംഗ്ഷനിൽ നിന്ന് കരിയാമുക്ക് എത്തി. ഇനി നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടിയിലോട്ടാണ്. ചാലക്കുടി പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു ബസ് കൂടെ കയറണം. അവിടെ നിന്ന് എപ്പോഴും അതിരപ്പള്ളിയിലോട്ട് ബസ്സുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ തിരിച്ചു വരാൻ ബസ്സുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഈ ഇവന്മാർ ഇവിടെ വായി നോക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനിയും ബസ് നോക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബസ് കിട്ടിക്കഴിഞ്ഞ് കാണാം. അങ്ങനെ നമ്മൾ ചാലക്കുടി വന്ന് 7 മണിയൊക്കെ ആയപ്പോൾ ഇതുവരെ ബസ് വന്നില്ല. 7:30 ഇപ്പോൾ ബസ് വരുമെന്നൊക്കെയാണ് പറയുന്നത്. ബസ് വന്നാൽ മതിയായത് ഉറക്കവും. ഇവിടുന്ന് 35 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് 16 കിലോമീറ്റർ ഉള്ളത്. പക്ഷേ അവിടുന്ന് ഡയറക്റ്റ് ബസ്സില്ല. അപ്പോൾ ഏതായാലും സമയം പോകാൻ വേണ്ടി ഒരുത്തനെ വിളിച്ച് പറ്റിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പരിപാടിയിലോട്ട് വരണം. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് നോക്കാം. ഓട്ടോ ഉണ്ട്. ആൽബർട്ട് ചാക്കോ എടുക്കാൻ ചാൻസ് ഉറക്കമായിരിക്കും. അയ്യപ്പനെ. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി എത്തി. ഈ വ്ളോഗൊക്കെ എടുക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര നാണം. ആൾക്കാരെ കാണുമ്പോൾ എപ്പിടപ്പിയാവുന്നു. ആകാശേ അവനതിലും എപ്പിടപ്പിയ. എല്ലാവർക്കും എപ്പിടപ്പിയ. ക്രിസ്റ്റോ മാത്രമുണ്ട് ധൈര്യശാലി. നാണമില്ല മാനമില്ല. അങ്ങനെ ഇരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടം കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ആനയൊന്നും പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ. ഹലോ ഗൈസ്, എനിക്ക് നാളെ കൂവാൻ. കാർത്തിക് സൂര്യനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എന്നൊക്കെ പറഞ്ഞ് കൂവാൻ. ഞാനീ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നാലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കൊള്ളാം. അപ്പം ഞാൻ ഇനി കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ പോയിട്ട് വെള്ളച്ചാട്ടം വല്ലതും കാണുവാണെങ്കിൽ വീഡിയോ എടുക്കാം. ക്യാമറയിൽ ഇതിൻ്റെ ഹരിത ഭംഗിയൊക്കെ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും അത്യാവശ്യം കാണാമല്ലോ അല്ലേ. ഇത് വെള്ളച്ചാട്ടമല്ല, എല്ലാവരും കുളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് തോന്നുന്നു. ഫോട്ടോ എടുക്കാം. സ്റ്റെപ്പ് ഇറങ്ങാം. താനാനം. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നേരെ പോകുന്നു. വെള്ളച്ചാട്ടം മറ്റേ സാധനമല്ലേ എന്ത് ബാഹുബലി ഷൂട്ട് ചെയ്തിവിടെ ആണ്ട പുകയൊക്കെ പോകുന്നത് അവിടെ താഴെ. അങ്ങോട്ട് ഈ നോക്കാം. ഒരുപാട് പോണ്ട കേട്ടോ. എൻ്റെ കൂടെ ഇല്ല നടക്കുന്നത്. എന്താ ഒരുപാട് പോണ്ട അങ്ങോട്ട്. എവിടുന്ന് പുക പോകുന്നുണ്ടോ? പുക ഇതാണ് ജംബോ ഡിസ്കോ. എൻ്റെ കാർത്തിക് സൂര്യ ഫോട്ടോ എടുക്കുക. എൻ്റെ കാർത്തിക് സൂര്യ ബ്രോ എങ്ങനെയാണ് ഈ ന്യൂസ് അയച്ചത്? കാർത്തിക് സൂര്യ അതുപോലെ നമ്മുടെ അൺബോക്സിൻ്റെ കൂടെ ഇവരൊക്കെ എങ്ങനെ വീഡിയോ എടുക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് നല്ല നാണമുണ്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കുക. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുത്ത് തരാം.
ഇത്രയൊക്കെ ഉള്ളു സംഭവം. വലുതായിട്ട് കാണാനൊന്നും ഇല്ല. വെള്ളച്ചാട്ടം ആതിരപ്പള്ളി ഇവിടെയാണ് ബാഹുബലി ഷൂട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ അയച്ചു തരത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും അറിയത്തില്ല. കൊള്ളാം, കുഴപ്പമില്ല. നിന്നെ കിട്ടി. അത് ഞാൻ മേളിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് താഴെ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇപ്പം എന്നെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. വെയിലായതുകൊണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഇതാണ് മേളിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ. ഇനി നമുക്ക് താഴെ അവിടോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടെ പോയിട്ട് ഞാൻ താഴെ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമല്ല. വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലുള്ള സാധനം എൻ്റെ അവിടെ ഇപ്പോൾ കുഴി പോയേനെ. വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലുള്ള സാധനം എന്തിനു പറയുന്നത്? അരുവി. എന്തിനു പറയുന്നത്? എന്തോ ഒരു സാധനം പാറക്കെട്ടിൻ്റെ ഇടയിൽ വെള്ളം തരുന്നത്. നമ്മൾ വെള്ളച്ചാട്ടം അപ്പുറത്താണ്. അപ്പം നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോവാം. ഇതൊക്കെയാണ് ഇവിടെ വന്നാൽ കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ കുറേ വെള്ളവും കാണാം. തെറ്റിച്ച് വന്നു. അപ്പോൾ ആതിരപ്പള്ളി വന്നിട്ട് നമുക്ക് എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ ഒന്ന് മുഖം കഴിയേക്കാം വെള്ളത്തിൽ. അപ്പുറത്തേനാ മുന്നിട്ടുള്ളതാ. അപ്പോൾ നമ്മൾ താഴത്തെ അല്ലല്ലോ മുകളിലത്തെ എല്ലാം കണ്ടിട്ട് താഴത്തെ മെയിൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോകണം. ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം. ഇവിടെ ഇപ്പോൾ ആൾ കുറവാണ്. അതുകൊണ്ട് നമുക്ക് നല്ല സൗണ്ടിൽ വീഡിയോ എടുക്കാം. നല്ല ഇറക്കമുണ്ട്. തിരിച്ച് കയറുന്ന എല്ലാവരും അണച്ചണച്ചാണ് തിരിച്ച് കയറുന്നത്. അപ്പോൾ നമ്മളും തിരിച്ച് കയറുമ്പോൾ നല്ലോണം അണയ്ക്കുമായിരിക്കും. നമുക്കതിനും താഴെ പോയിട്ട് നോക്കാം. വലിയൊരു കയറ്റം കഴിഞ്ഞപ്പോൾ വലിയൊരു ഇറക്കം ഇറക്കിക്കൊണ്ടിരിക്കും. ഇതുവരെ ഞാൻ വെള്ളച്ചാട്ടം കണ്ടില്ല. അത്യാവശ്യം നല്ല ദൂരം നടന്നിട്ടുണ്ട്. നമുക്ക് 12:05 തിരിച്ചുള്ള ബസ്. ഇപ്പോൾ സമയം 10 മണിയായി. 2 മണിക്കൂറേ ഉള്ളൂ. ബസ്സി പൈസ നടക്കുക 35 10 45 50 കിലോമീറ്റർ എങ്ങാനുണ്ട്. അങ്ങനെ നമ്മൾ നേരെ നടന്ന് ഗുജറാത്തി അങ്ങനെ നമ്മൾ നടന്ന് നീയല്ലേ വിളിച്ചോട്ടോ? ഇറങ്ങാൻ പറ്റും ആയിരിക്കും. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ എത്താറായി. വെള്ളച്ചാട്ടം ഞാൻ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അവിടെ നിറച്ച ആളാണെങ്കിൽ ഞാൻ കാണിക്കത്തില്ല. എനിക്ക് പിടിപ്പിയാണ്. നിർത്തൂല. അങ്ങനെ നല്ലൊരു നടത്തത്തിന് ശേഷം നമ്മൾ താഴെ എത്തി. ഇനി ഇതെല്ലാം തിരിച്ച് കയറണം. നല്ല നടത്തമുണ്ട്. താഴെ വന്നപ്പോൾ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എല്ലാം കാണിക്കുക. താഴെ അടിപൊളി. മണ്ടയ്ക്ക് വലിയ രസമില്ല കേട്ടോ. നല്ല മടുപ്പാണ് അവിടെ ഇരിക്കുക. മടുപ്പല്ല, കണ്ടുകൊണ്ടിരിക്കുക എല്ലാം. പക്ഷേ വെയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ശോഭമാണ്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം മണ്ടയ്ക്ക് നിന്ന്. പിന്നെ ഈ ഒരു ഇറക്കം താഴോട്ട് നല്ലൊരു ഇറക്കമുണ്ട്. ആ ഇറക്കം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? വിഷ്വൽ ബ്യൂട്ടി. മതി മതി. എൻ്റെ ഫോൺ കൊടുക്കില്ല കേട്ടോ. ചോദിച്ചൊക്കെ കൊടുത്ത് അല്ലേ വറക്കാനായിട്ട് ടച്ച് ദിവസം ക്രിസ്ത്യൻ പിടിക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരും. നമ്മളപ്പോൾ ഇങ്ങനെ പാറയുടെ ഇടയിലൊക്കെ ഇരിക്കുകയാണ്. ഫ്രണ്ടാണ് വെള്ളച്ചാട്ടം. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.